ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ. വേറൊന്നല്ല, നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്കൊരു സെന്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതായത് ഒരു സെന്റൻസ് പറഞ്ഞിട്ട് അതിൻ്റെ പല രൂപങ്ങളും നമുക്ക് എത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. വളരെ സിമ്പിളാണ്. ഇപ്പം ഞാനൊരു സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു സെന്റൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, എങ്കിൽ മാത്രമേ വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അവസാനം നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വീണ്ടും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. ഞങ്ങൾ പോയി എന്ന് പറയണം. ഞങ്ങൾ പോയി എന്ന് മലയാളത്തിൽ പറയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതെങ്ങനെ പറയാം? അതിന്റെ മാറ്ററൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പത്തെ എല്ലാ വീഡിയോസും കണ്ട് പഠിക്കണം കേട്ടോ. ഡെയിലി ലൈഫിൽ പറയുന്ന സെന്റൻസ് ഒരുപാട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പോയി എന്ന് പറയുമ്പോൾ ഞങ്ങൾ പുറത്ത് പോയി, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി, ഞങ്ങൾ ഓഫീസിൽ പോയി, ഞങ്ങൾ സ്കൂളിൽ പോയി, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഞങ്ങൾ പോയി, വി വെന്റ്. ഞങ്ങൾ എന്ന് പറയുന്ന സബ്ജക്റ്റ് വി ആണ് പറയേണ്ടത്. അതിന്റെ ഗോയുടെ പാസ്റ്റായ വെന്റ് നമ്മൾ അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ എങ്ങനെ എന്ത് എന്നുള്ള ബേസ് ഒക്കെ നമ്മുടെ മുമ്പത്തെ എല്ലാ വീഡിയോസും കാണുന്നവർക്ക് മനസ്സിലാവും. ഓക്കെ, ഞങ്ങൾ പോയി, വി വെന്റ്. ഇനി ഞങ്ങൾ എവിടേക്ക് പോകും, അതിന് കുറച്ച് സെന്റൻസ് ഞാൻ പറയാം. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി, വി വെന്റ് ടു ദ ഹോസ്പിറ്റൽ. വി വെന്റ് ടു ദ ഹോസ്പിറ്റൽ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഞങ്ങൾ ടൂർ പോയി, അല്ലേ? ഞങ്ങൾ ടൂർ പോയി. ഇപ്പൊ വി വെന്റ് ടു ദ ഹോസ്പിറ്റൽ എന്നാണെങ്കിൽ ഞങ്ങൾ ടൂർ പോയി എന്ന് പറയുമ്പോൾ വി വെന്റ് സെയിം ആണ്, ഓൺ എ ടൂർ എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, അപ്പോ വി വെന്റ് ഓൺ എ ടൂർ. ടൂർ ആയ സമയത്ത് ഓൺ എ ടൂർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വി വെന്റ് ഓൺ എ ടൂർ. ഞങ്ങൾ ടൂർ പോയി. ഓക്കെ, ഞങ്ങൾ ഷോപ്പിൽ പോയി. ഞങ്ങൾ ഷോപ്പിൽ പോയി. ഇത് നമ്മളൊരു സ്ഥലത്തേക്ക് പോയി എന്ന് പറയുന്ന സമയത്ത് വി വെന്റ് to the shop. We went to the shop. സെയിം ആണ്, അല്ലെ? എന്നാൽ ഞങ്ങൾ ഓഫീസിൽ പോയി എങ്ങനെ പറയും? ഒന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഒരുപാട് സെന്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. വി വെന്റ് യൂസ് ചെയ്തിട്ട് ഒരുപാട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഞങ്ങൾ ഓഫീസിൽ പോയി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ഞങ്ങൾ പുറത്തു പോയി എന്ന് പറയുകയാണെങ്കിലോ, ഞങ്ങൾ പുറത്തു പോയി വളരെ സിമ്പിൾ ആണ്. വി വെന്റ് ഔട്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ വിളിച്ചു. ഇവിടെ സബ്ജക്റ്റ് ഞാനാണ്, അല്ലെ? ഒക്കെ പാസ്റ്റ് ആണ് പറയുന്നത്. ഞാൻ വിളിച്ചു, ഐ കോൾഡ്, അല്ലെ? ഐ കോൾഡ്. ഞാൻ വിളിച്ചു, ഞാൻ അമ്മയെ വിളിച്ചു, ഞാൻ ബ്രദറിനെ വിളിച്ചു, പലതും നമുക്ക് പറയാം. ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു. ഞാൻ വിളിച്ചു, ഐ കോൾഡ് ആണ്. ഐ കോൾഡ് മൈ ഫ്രണ്ട്. ഐ കോൾഡ് മൈ ഫ്രണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു. ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ചു. ഐ കോൾഡ് മൈ ബ്രദർ. ഐ കോൾഡ് മൈ ബ്രദർ. ഞാൻ എൻ്റെ ടീച്ചറെ വിളിച്ചു. ഐ കോൾഡ് മൈ ടീച്ചർ. ഐ കോൾഡ് മൈ ടീച്ചർ. സിമ്പിൾ ആണല്ലോ. എന്നാൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു. എങ്ങനെ പറയും? ഒന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ 2 അവർ ക്ഷീണിച്ചു. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയല്ല പറയേണ്ടത്, അത് ശ്രദ്ധിക്കണം. അതായത് ഇത് നമ്മുടെ ഒരു ചേഞ്ച് ആണ് പറയുന്നത്. സോ നമുക്ക് അവിടെ ഈ തേ കഴിഞ്ഞ സബ്ജക്റ്റിന്റെയും വെർബിന്റെയും ഇടയിൽ നമുക്ക് ഒരു സാധനം ചേർത്ത് കൊടുക്കാനുണ്ട്, എങ്കിലേ നമുക്ക് ഈ സെന്റൻസ് കംപ്ലീറ്റ് ആവുള്ളൂ. മറ്റതൊക്കെ നമുക്ക് സബ്ജക്റ്റ് പ്ലസ് വെർബ് മാത്രം മതി, അല്ലെ? വെർബിന്റെ പാസ്റ്റ് രൂപം മാത്രം മതി. പക്ഷേ ഇവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് അവർ ക്ഷീണിച്ചു, ദേ ഗോട്ട് ടയേർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ദേ വേർ ടയേർഡ് എന്ന് പറയാം. സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് നമുക്ക് വേർ അല്ലെങ്കിൽ ഗോട്ട് രണ്ടും സെയിം ആണ്. അതായത് നമ്മുടെ ഒരവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗോട്ട് ഓർ വേർ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദേ ഗോട്ട് ടയേർഡ് എന്ന് വേണം പറയാനായിട്ട്. ഈ ടയേർഡ് എന്ന് പറയുന്നത് ഒരു വെർബൽ, ഒരു അഡ്ജക്റ്റീവ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. സോ അവർ ക്ഷീണിച്ചു, ദേ ഗോട്ട് ടയേർഡ്, അല്ലെങ്കിൽ ദേ വേർ ടയേർഡ്. ഓക്കെ, അവർ യാത്ര ചെയ്ത് ക്ഷീണിച്ചു. അവർ യാത്ര ചെയ്ത് ക്ഷീണിച്ചു. ദേ ഗോട്ട് ടയേർഡ് ആഫ്റ്റർ ട്രാവലിംഗ്. They got tired after traveling. അപ്പൊ ഈ ആഫ്റ്റർ കഴിഞ്ഞു വരുന്ന വെർബിന്റെ കൂടെ NG ഫോം മസ്റ്റ് ആണ് കേട്ടോ. അപ്പം they got tired after traveling. അവർ യാത്ര ചെയ്ത് ക്ഷീണിച്ചു. ഓക്കെ, അവർ ജോലി ചെയ്ത് ക്ഷീണിച്ചു. എങ്ങനെ പറയാ? അവർ ജോലി ചെയ്ത് ക്ഷീണിച്ചു. They got tired
ആഫ്റ്റർ walking. They got tired after walking. സിമ്പിൾ ആണല്ലോ. അവർ കളിച്ച് ക്ഷീണിച്ചു. എങ്ങനെ പറയാ? അതായത് കളിച്ച് കഴിഞ്ഞതിന് ശേഷം ക്ഷീണിച്ചു എന്നാണ്. സോ they got tired after playing. They got tired after playing. Okay. എന്നാൽ അവർ പഠിച്ച് ക്ഷീണിച്ചു എങ്ങനെ പറയാ? അവർ പഠിച്ച് ക്ഷീണിച്ചു. അപ്പോൾ ഓരോരോ സെന്റൻസിന്റെയും ഓരോരോ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അല്ലെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാട്ടോ. ഓക്കെ. അവൻ ദേഷ്യപ്പെട്ടു. ഈ ദേഷ്യം, സന്തോഷം, ക്ഷീണം ഇതൊക്കെ നമ്മുടെ അവസ്ഥകളാണ്. ഇവിടൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗോട്ടോ വേറോ ഒക്കെ യൂസ് ചെയ്യണം. പക്ഷെ ഇവിടുത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. അവൻ ദേഷ്യപ്പെട്ടു എന്ന് പറയുമ്പോഴോ പാസ്റ്റ് ആണല്ലോ, അവനാണ് സബ്ജക്റ്റ്. ഹേ ഗോട്ട് ആംഗ്രി. ഹേ ഗോട്ട് ആംഗ്രി. അവൻ ദേഷ്യപ്പെട്ടു. അവൻ എന്നോട് ദേഷ്യപ്പെട്ടു. ഹി ഗോട്ട് ആംഗ്രി വിത്ത് മീ. ഹി ഗോട്ട് ആംഗ്രി വിത്ത് മീ. അവൻ എന്നോട് ദേഷ്യപ്പെട്ടു. ഇവിടെ വേറും ഗോട്ടും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? ഹി ആയതുകൊണ്ട് നമ്മൾ വോസോ ഗോട്ടോ ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഹി ഗോട്ട് ആംഗ്രി വിത്ത് മീ. ഓക്കെ. അവൻ കുട്ടിയോട് ദേഷ്യപ്പെട്ടു. അവൻ കുട്ടിയോട് ദേഷ്യപ്പെട്ടു. എങ്ങനെ പറയാം? ഹി ഗോട്ട് ആംഗ്രി വിത്ത് എ ചൈൽഡ്. ഹി ഗോട്ട് ആംഗ്രി വിത്ത് എ ചൈൽഡ്. അവൻ കുട്ടിയോട് ദേഷ്യപ്പെട്ടു. അവൻ അവന്റെ അമ്മയോട് ദേഷ്യപ്പെട്ടു. അവൻ അവന്റെ അമ്മയോട് ദേഷ്യപ്പെട്ടു. ഹി ഗോട്ട് ആംഗ്രി വിത്ത് ഹിസ് മദർ. ഹി ഗോട്ട് ആംഗ്രി വിത്ത് ഹിസ് മദർ. ഓക്കെ, സെയിം ആണ്. പക്ഷെ നമ്മൾ ആ ഗോട്ടിനെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. അവൻ ബോസിനോട് ദേഷ്യപ്പെട്ടു. എങ്ങനെ പറയും? ഒന്ന് താഴെ കമന്റ് ചെയ്യാട്ടോ. അവൻ ബോസിനോട് ദേഷ്യപ്പെട്ടു. ഇതുപോലെയുള്ള നമ്മുടെ ഒരു അവസ്ഥയാണ് സന്തോഷം എന്നുള്ളത് അല്ലെ. അപ്പം അവൾ സന്തോഷിച്ചു. അവൾ സന്തോഷിച്ചു. ഇവിടെ നമുക്ക് പോസ് യൂസ് ചെയ്ത് പറയാം. ഷി വാസ് ഹാപ്പി. ഷി വാസ് ഹാപ്പി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗോട്ട് ഓർ വേർ എന്നാണ്. ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ആയത് കൊണ്ട് ഇവിടെ വാസ് യൂസ് ചെയ്യാം. ഷി വാസ് ഹാപ്പി. അവൾ സന്തോഷിച്ചു. ഓക്കെ. ഫോൺ വിളിക്ക് ശേഷം അവൾക്ക് സന്തോഷം തോന്നി. ഫോൺ വിളിക്ക് ശേഷം അവൾക്ക് സന്തോഷം തോന്നി. അതുവരെ അവള് ദുഃഖിതയായിരുന്നു. ഫോൺ വിളിക്ക് ശേഷം അവൾ സന്തോഷം തോന്നി. ഷി ഫെൽറ്റ് ഹാപ്പി ആഫ്റ്റർ ദ കോൾ. ഷി ഫെൽറ്റ് ഹാപ്പി ആഫ്റ്റർ ദ കോൾ. ഓക്കെ. ഇപ്പം ഒരു എക്സാം കഴിഞ്ഞ റിസൾട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കഴിഞ്ഞ റിസൾട്ട്, ഫലത്തിൽ അവൾ സന്തോഷിക്കപ്പെട്ടു അല്ലേ. നമ്മുടെ ആ ഒരു റിസൾട്ടിന് ശേഷം അവൾ സന്തോഷിക്കപ്പെട്ടു. എങ്ങനെ പറയാ? ഷി വാസ് ഹാപ്പി വിത്ത് ദ റിസൾട്ട്. ഷി വാസ് ഹാപ്പി വിത്ത് ദ റിസൾട്ട്. ഓക്കെ. എന്നെ കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമായി. അതായത് എന്നെ കണ്ടപ്പോൾ അവൾ സന്തോഷിച്ചു എന്നാണ്. അതായത് സന്തോഷം തോന്നി എന്ന് പറയുന്നത് കൊണ്ടാണ് ഷി ഫെൽറ്റ് എന്ന് യൂസ് ചെയ്യുന്നത്. ഷി ഫെൽറ്റ് ഹാപ്പി ടു സീ മീ. അവൾക്ക് എന്നെ കണ്ടപ്പോൾ സന്തോഷം തോന്നി. ഓക്കെ. ആ വാർത്തയെ കുറിച്ച് അവൾ സന്തോഷിച്ചു. ആ വാർത്തയെ കുറിച്ച് അവൾ സന്തോഷിച്ചു. എങ്ങനെ പറയും? ഒന്ന് താഴെ കമന്റ് ചെയ്യാട്ടോ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരു സെന്റൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി ലൈഫിലുള്ള പലതരത്തിലുള്ള സെന്റൻസുകൾ വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ് അല്ലെ. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മുടെ അവസ്ഥകൾ യൂസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന വെർബുകൾ യൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഹി ഗോട്ട് ഹാപ്പി. ഷി വാസ് ഹാപ്പി. ഷി വാസ് ആംഗ്രി. ഇങ്ങനെയുള്ള നമ്മുടെ അവസ്ഥകൾ വരുന്ന സമയത്ത്, അതായത് ടയേർഡ്, ഹാപ്പി, ആംഗ്രി, ഹംഗ്രി, തേഴ്സ്റ്റി, ഇതൊക്കെ നമ്മുടെ ഓരോ അവസ്ഥകളാണ് അല്ലെ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക. ഞാൻ തന്ന എല്ലാ സെന്റൻസുകളും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആകുന്ന നിമിഷം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഒരു ഉപകാരപ്പെടട്ടെ. അതായത് ഒരുപാട് ആളുകൾ എന്നോട് പേഴ്സണലായിട്ട് പറയാറുണ്ട് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങാം എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവരോടൊക്കെ കുറച്ച് നമുക്കൊരു ചിന്തിക്കാനുള്ള കഴിവും കൂടി വേണം കേട്ടോ. ഒരുപാട് ഡിഗ്രി അറ്റൻഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ +2 കഴിഞ്ഞവരായാലും ചിലപ്പോൾ അവർക്ക് ഒരു ചെറിയൊരു സെന്റൻസ് പോലും പറയാൻ അറിയാത്തവരുണ്ട്. ഒരുപാട് പേരുണ്ട്, എൻ്റെ അടുത്ത് തന്നെ പറയുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ എങ്ങനെ വേണം കുറച്ച് നമ്മൾ തിങ്ക് ചെയ്യുക കാര്യങ്ങൾ. അതിനുശേഷം നമ്മുടെ പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഇതിലുള്ള 12
പാറ്റേൺ ഉണ്ട്. അത് പഠിച്ചാൽ ഒരുവിധം നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കവർ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളതാണ് കൺജക്ഷൻ, പ്രിപ്പോസിഷൻ, ആർട്ടിക്കിൾസ്. ഇതൊക്കെ എവിടെ, എപ്പോൾ, എങ്ങനെ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾ പഠിക്കാനുള്ള താല്പര്യമാണ് വേണ്ടത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പഠിച്ചെടുക്കാനുള്ള ശ്രമം, അതായത് കുറച്ച് പ്രയാസപ്പെട്ടിട്ട് നമ്മളൊന്ന് ഇതിലേക്ക് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഇരിക്കുക. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഡെയിലി ഒരു 10 സെന്റൻസ് പ്രാക്ടീസ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാം. പക്ഷെ ഒരുപാട് പഠിച്ചുകൊണ്ടും സംസാരിക്കാനുള്ള ആ ഒരു ഫ്ലുവൻസി വരണമെങ്കിൽ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇനി ഒറ്റക്കായാലും ഒരു കുഴപ്പമില്ല. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്, അതുപോലെ നിങ്ങൾക്കും ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് നിങ്ങളും സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഒറ്റയ്ക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ സംശയം തോന്നുമ്പോൾ നമ്മളെ വീഡിയോസുകളോ തെറ്റുകൾ തിരുത്താൻ നോക്കുക. ഇനി വേണ്ട നിങ്ങൾക്ക് എന്നോട് കമൻ്റായിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഈ കമൻറ്റ് ബോക്സ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയാം, ഞാൻ തരുന്ന സെൻറ്റൻസുകൾ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.